സുഹാസ് കറി വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങിഞ്ചി കൊണ്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയാണ്. മാങ്ങിഞ്ചി കഴുകി വൃത്തിയായി തൊലി കളഞ്ഞ് വെച്ചതാണിത്. 250 ഗ്രാം മാങ്ങിഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി മുറിച്ച് വെച്ചതാണ്. അതിന് ആവശ്യമായ പുളി ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ പുളി വൃത്തിയാക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെയും എല്ലാം കൂടെ നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കുക. വറുത്തിട്ട് ആ കൂട്ടം അവിടെ വെച്ചതിന് ശേഷം പൊടിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ ഇഞ്ചിപ്പുളിയിൽ ചേർത്തെടുക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഉലുവ 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ല പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും വെളുത്തുള്ളി 2-3 ചുള ഞാൻ എടുത്തിട്ടുണ്ട്, പൊടിയായി മുറിച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. കറിവേപ്പിൻ്റെയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് മാങ്ങിഞ്ചി പൊടിയായി മുറിച്ചെടുത്തതാണ്. അതും കൂടി ഈ എണ്ണയിലൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചി ഇട്ടതിന് ശേഷം ഈ കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി അധികം കൂടരുത്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കണുള്ളൂ. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, പുളിവെള്ളം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പും ഇടുക. ഉപ്പിട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വെല്ലം പൊടിയൊക്കെ ചേർക്കാൻ പോകുന്നത്. ഇത് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് വന്നതിലേക്ക് ഒരു ശർക്കര നമ്മൾ ചേർത്ത്, ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുക ചെയ്യാം. ശർക്കര ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ജീരകം, വലിയ ജീരകം, ഉലുവ, കറിവേപ്പില ഇത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ഈ പൊടി നമ്മൾ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. എല്ലാം കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പുളിയാണ്. മാങ്ങഞ്ചി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കഴിയുന്നതും നമ്മൾ അച്ചാറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള അപ്പോഴേക്കപ്പോഴേ തയ്യാറാക്കുന്ന ഇഞ്ചിപ്പുളി ചമ്മന്തികൾ, ഞാനിതിന് മുമ്പും 2-3 ചമ്മന്തികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്.